respected elders, dear friends and children, very warm Merry Christmas greetings and New Year greetings to you all. Kerala Cultural Forum, KCF Christ Church ഒരുക്കിയ ഈ ക്രിസ്മസ് പുതുവത്സര ആഘോഷത്തിൽ ക്രൈസ്റ്റ് ചർച്ചിൻ്റെ വിവിധ ഭാഗങ്ങളിലുള്ള നാം ഇതിവിടെ ഒരുമിച്ച് കൂടി ഈ സന്തോഷം പങ്കിടുന്നത് വളരെ ഒരു പ്രത്യേകത നിറഞ്ഞ ഒരു ഇവന്റാണ്. Christmas for many of us is not a religious festival, but it's a season of light, kindness, reflection and togetherness. ഒരു ചെറിയ മെസ്സേജ് മാത്രമേ പറയാൻ ആഗ്രഹിക്കുന്നുള്ളൂ. നമ്മൾ ഈ ക്രിസ്മസിൽ ഒഴിച്ചുകൂടുവാൻ പറ്റാത്ത ഒരു വസ്തുതയാണ് ക്രിസ്മസ് സ്റ്റാർ. ഇവിടെ തന്നെ എൻ്റെ രണ്ട് വശത്തും രണ്ട് സ്റ്റാർ നോക്കിയിട്ടുണ്ട്. നമ്മുടെ നാട്ടിലേക്ക് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ക്രിസ്മസ് കാലഘട്ടത്തിൽ നമ്മുടെ വീടുകളും നമ്മുടെ സ്ട്രീറ്റുകളും പള്ളികളും ഇതിൻ്റെ കടകൾ വരെ ഒരു ക്രിസ്മസ് സ്റ്റാർ കൊണ്ട് അലങ്കരിക്കുന്നതായി കാണാൻ പറ്റും. പല ഷേപ്പിലും പല സൈസിലും പല കളറിലുമുള്ള വിവിധ സ്റ്റാറുകൾ. പക്ഷേ ഇവയെല്ലാം നമുക്ക് തരുന്നത് ഒരേ ഒരു മെസ്സേജാണ്. Across all generation and culture, the star simply symbolizes hope, direction and guidance. When people walk in the dark, the star leads them. When darkness overwhelmed, the star reminded them that there is always a hope. Now the science പഠിച്ചിട്ടുണ്ട് എന്താണ് സ്റ്റാർ. Stars are massive bodies that emit light from their own. വീണ്ടും കുറച്ചുകൂടെ വലുതായി കഴിഞ്ഞപ്പോൾ ജോഗ്രഫി ക്ലാസ്സിൽ പഠിച്ചു ഈ പ്രപഞ്ചം ഉണ്ടാക്കിയത് ബില്യൻസ് ഓഫ് ഗാലക്സീസും അതിൻ്റെ അകത്ത് കോടാനുകൂടി നക്ഷത്രങ്ങളൊക്കെയാണ്. പക്ഷേ എന്താണ് ഈ സ്റ്റാറും ക്രിസ്മസും തമ്മിലുള്ള ബന്ധം? നമ്മുടെ ക്രിസ്മസ് സ്റ്റോറിയിൽ സ്റ്റാർ നമ്മൾ ഓർക്കുന്നത് ഇറ്റ്സ് നോട്ട് ബിക്കോസ് ഇറ്റ് വാസ് ബ്രൈറ്റ്, ഇറ്റ്സ് ബിക്കോസ് ഇറ്റ് ലീഡ് ദ പീപ്പിൾ ഇൻ ദ റൈറ്റ് ഡയറക്ഷൻ. നമ്മൾ 3 വയസ്സിൻ്റെ സ്റ്റോറി പഠിച്ചിട്ടുണ്ട്. അവർ ബേബി ജീസസിനെ അന്വേഷിച്ച് യാത്ര പുറപ്പെട്ടപ്പോൾ അവരെ ഹെൽപ്പ് ചെയ്തത് ഒരു സ്റ്റാറാണ്. പല സമയത്തും ആ സ്റ്റാർ ഇടയ്ക്ക് ഡിസ്പ്ലേ ആയി പോയിരുന്നു. പിന്നീട് ആ സ്റ്റാർ അവരുടെ ഡെസ്റ്റിനേഷനിൽ എത്തിക്കുകയും ചെയ്തു. ആ ഉടനീളം വഴി ആ സ്റ്റാർ അവരോടൊന്നും ഡിമാൻഡ് ചെയ്തില്ല, അവരോടൊന്നും സ്പീക്ക് ഔട്ട് ചെയ്തില്ല. ഇറ്റ് സിംപ്ലി ഷോഡ് ദ പാത്ത്. ഇത് തന്നെയാണ് ക്രിസ്മസ് നമുക്ക് തരുന്ന. ക്രിസ്മസിൽ ഈ സ്റ്റാറിന് വളരെയധികം ഇമ്പോർട്ടൻസ് കൊടുക്കാനുള്ള ഒരു കാരണം. ഒരു ചെറിയ പ്രകാശം പോലും ഒരു വലിയൊരു മാറ്റത്തിന് കാരണമാകുമെന്ന് ഓരോ ക്രിസ്മസ് സ്റ്റാറും നമ്മെ ഓർമ്മിപ്പിക്കുന്ന ഒരു വസ്തുതയാണ്. വീണ്ടും നമുക്ക് നമ്മുടെ ജീവിതത്തിലേക്ക് നോക്കുമ്പോൾ can we be stars in the life of the people around us? നമുക്ക് നമ്മുടെ ചുറ്റുപാടുമുള്ളവർക്ക് നമുക്കൊരു പ്രകാശമായി തീരുവാൻ സാധിക്കുന്നതുകൊണ്ടെന്ന് ഓരോ ആഘോഷങ്ങളും നമ്മെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. അതിനുവേണ്ടി വലിയ കഠിനാധ്വാനമൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല. ഓരോ സമയത്തും ഒരുവന് ഒന്ന് സംസാരിക്കണമെന്ന് ആഗ്രഹിക്കുമ്പോൾ അവർക്ക് വേണ്ടി ചെയ്തു കൊടുക്കുന്നത് ഒരു നല്ലൊരു കർമ്മമാണ്. അതേപോലെ തന്നെ ഒന്നും തിരിച്ചു കിട്ടില്ല എന്ന് കരുതിയിട്ടും മറ്റുള്ളവരെ സഹായിക്കുവാൻ നമുക്ക് മനസ്സുണ്ടോ? ഇതെല്ലാം ഒരു സ്റ്റാറിൻ്റെ ഡിഫറെൻറ്റ് ഫോമുകളായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. ഇനി ഈ സ്റ്റാറിന് മറ്റൊരു പ്രത്യേകത കൂടിയുണ്ട്. ദ ലൈറ്റ് ഈസ് കണ്ടേജിയസ്. നമ്മുടെ ഫിസിക്സിൽ പഠിച്ചിട്ടുണ്ട് ഈ പ്രപഞ്ചത്തിൽ ഏറ്റവും സ്പീഡ് കൂടിയ വസ്തുത ലൈറ്റ് ആണ്. സ്പീഡ് ഓഫ് ലൈറ്റ് 3 മീറ്റർ/സെക്കൻഡ് സ്കൂളുകളിലൊക്കെ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ അതേപോലെ തന്നെ മറ്റൊരു കാര്യമാണ്, ഒരു ഇരുട്ട് മുറി ഒരു ലൈറ്റ് കത്തിച്ചു കഴിഞ്ഞാൽ അവിടെ മൊത്തം അന്ധകാരം മാറി അവിടെ പ്രകാശം ലഭിക്കുന്നുണ്ട്. സിമിലർലി നമ്മുടെ ജീവിതത്തിൽ നമുക്കൊരു സ്റ്റാർ ആകുവാൻ സാധിക്കുമോ എന്ന് ഓരോ കൂട്ടായ്മകളും നമ്മെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. നമ്മിൽ നിന്ന് ആ പ്രകാശം പരന്ന് മറ്റുള്ളവരുടെ ജീവിതത്തിൽ നന്മകളും അനുഗ്രഹങ്ങളും ഉണ്ടാകുവാൻ ഈ ഓരോ ആഘോഷങ്ങളും നമ്മെ ഓർമ്മിപ്പിക്കുകയാണ്. പ്രിയമുള്ളവരെ, എൻ്റെ വാക്കുകളെ ഞാൻ ഉപസംഹരിക്കട്ടെ. നമ്മുടെ ജീവിതത്തിൽ നാം ഇന്നിവിടെ ഈ ആഘോഷത്തിൽ പങ്കുചേരുമ്പോൾ നമുക്ക് മറ്റുള്ളവർക്ക് വേണ്ടി ഒരു സ്റ്റാർ ആകുവാൻ സാധിക്കുമോ എന്ന്
നമുക്ക് നമ്മളോട് തന്നെ സ്വയം ചോദിക്കണം. അതിന് നമുക്കൊരു വിദ്യാർത്ഥിയായാൽ മാത്രമേ സാധിക്കുകയുള്ളൂ. നമ്മൾ ഇങ്ങനെയൊരു ശ്ലോകം എന്ന് പറയാനില്ല, കേട്ടിട്ടുണ്ട്. കാകചേഷ്ട ഭഗവത്യാനം ശ്വാനനിദ്ര അല്പാഹാരി ഗ്രഹത്യാഗി വിദ്യാർത്ഥി പഞ്ചലക്ഷണായ. അപ്പൊ നമ്മൾ നമ്മുടെ ജീവിതത്തിൽ ഒരു വിദ്യാർത്ഥിയായാൽ മാത്രമേ സമൂഹത്തിന് നന്മ ചെയ്യുവാനും അതുവഴി നമുക്ക് പ്രകാശം പരത്തുവാനും സാധിക്കുകയുള്ളൂ. ആയതിന് ഇതുപോലെയുള്ള ഈ കൂട്ടായ്മകൾ എന്നും കാരണമായി തീരട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഞാനൊരു വാക്കുകൾ വിസ്മരിക്കുന്നു. എനിക്ക് വീണ്ടും ഇവിടെ ഒരിക്കൽ കൂടി കടന്നു വരുവാൻ നിങ്ങളോടുകൂടി ക്രിസ്മസ് ആഘോഷിക്കുവാൻ ഒരുക്കിയ ഒരുക്കിയ ഈ ഒരു അവസരത്തെ ഓർത്ത് ഈ KCF ഭാരവാഹികളോട് ഞാൻ എൻ്റെ സ്നേഹവും കടപ്പാടും അർപ്പിക്കുന്നു. വീണ്ടും ഒരിക്കൽ കൂടി എല്ലാവർക്കും ക്രിസ്മസിൻ്റെയും പുതുവത്സരത്തിൻ്റെയുമായ എല്ലാവിധമായ ആശംസകളും നേരുന്നു. നന്ദി, നമസ്കാരം.